പ്രിയപ്പെട്ടവരെ നമസ്കാരം, അരുൺകുമാറാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന്, അതായത് ഫെബ്രുവരി 9, 2026 വൈകുന്നേരം 6 മണി സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ തിരുവനന്തപുരം ജില്ലയിലെ പാലോട് മേള നടക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ വളരെ ഇത്തിരി ലോങ് ആണ്, കാരണം പാലോട് മേളയിലെ സമഗ്രമായ ഒരു കവറേജ് തന്നെ ചെയ്തിട്ടുണ്ട്. ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കാളച്ചന്ത എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ വിൽപ്പനയ്ക്ക് ഇട്ടേക്കുന്ന പോത്ത് കുട്ടികളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ പാലോട് മേളയുടെ സമഗ്രമായ ഒരു ദൃശ്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതാണ് പാലോട് മേളയുടെ പ്രവേശന കവാടം. ഞാൻ ചെല്ലുന്ന ആ സമയത്ത് ഇവിടെ അല്പ തിരക്ക് കുറവായിരുന്നു, എന്നാലും സാമാന്യം നല്ല ആളുണ്ടായിരുന്നു. അപ്പോൾ പ്രവേശന കവാടത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഞാൻ പറഞ്ഞു, വീഡിയോ അല്പം ലോങ് ആണ്. പാലോട് മേളയുടെ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഇവിടെ ഉള്ള നിലവിലുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൊഴുന്നാണ്. നമ്മുടെ ഈ കയറി വരുന്ന സ്ഥലത്ത് ഒരു മാമനിങ്ങനെ കൊഴുന്നൊക്കെ ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കയറി പോകുന്ന സ്ഥലത്തെ, മേളയിലേക്ക് കയറി പോകുന്ന പ്രവേശന കവാടം കഴിഞ്ഞുള്ള സ്ഥലത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. മനോഹരമായ ശില്പങ്ങളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. വിലയൊന്നും ഞാൻ തിരക്കിയില്ല. എന്തായാലും വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ്, ശില്പങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് പ്രവേശന കവാടത്തിലോട്ടുള്ള, കവാടത്തിന് അപ്പുറമായിട്ട് ഉള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ചേട്ടൻ എനിക്ക് ഒരു പതി കപ്പലണ്ടി തരികയും ചെയ്തു. വളരെ സന്തോഷം. ഇവിടെ നിന്ന് തന്നെ, അതുകൊണ്ട് തന്നെ കുറച്ച് അധിക സമയം ഞാൻ അവിടെ വീഡിയോയുമായിട്ട് നിന്നു, കപ്പലണ്ടി നിന്നുകൊണ്ട്. അപ്പോൾ ഇത് തെറ്റാടി ആണ് നമ്മൾ ഈ കാണുന്നത്. വിവിധതരം ബണ്ണുകൾ, ഇവിടെ തലയിൽ നിന്ന ബണ്ണുകൾ, അങ്ങനെയുള്ള ചീപ്പ്, മാല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ കയറി പോകുന്ന സ്ഥലത്ത് ഇരിക്കുന്നത്. കളിപ്പാട്ടങ്ങൾ, ഇതൊക്കെ നമ്മളങ്ങോട്ട് കയറി പോകുന്ന സ്ഥലത്തുള്ളതാണ്. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് അകത്താണ്, ബസ് സ്റ്റേഷൻ അകത്താണ്. അതുകൊണ്ട് തന്നെ അതുവഴി ട്രാൻസ്പോർട്ട് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഒഴിഞ്ഞ് വേണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവാൻ. അപ്പോൾ ഇതൊക്കെയാണ് തുടക്കം, മേളയുടെ തുടക്കമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അല്ല, കണ്ണി മാങ്ങയൊക്കെ കച്ചവടത്തിനായി വെച്ചിട്ടുണ്ട്. വിവിധതരം ഇത് അങ്ങനെ മാല, അങ്ങനെയുള്ള മുറം, കുട്ട, വട്ടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറി പോകുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഒരു ഗാർഡനാണ് അപ്പുറത്ത് കണ്ടത്. ഇതൊക്കെ ഇപ്പോൾ ഇത്രയുള്ള തിരക്കേ ഉള്ളൂ. പിന്നീടൊക്കെ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് പിന്നീടൊക്കെ നല്ല തിരക്കായി. ഇതൊക്കെ ഗാർഡനാണ്. ഇവിടെ നിന്നൊക്കെ നമുക്ക് വിവിധ തരത്തിലുള്ള ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല വെറൈറ്റി ഉണ്ട്. പോകുന്നവർക്ക് ഇവിടെ കയറി ഇഷ്ടമുള്ള സാധനങ്ങൾ, ചെടികൾ ഒക്കെ നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞത് അടുത്ത കുട്ട, വട്ടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അമ്മ ഇരിക്കുന്നു. അവിടെ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്തറാണ്, കോടിക്കുഞ്ഞുങ്ങൾ, നല്ല ബലൂണുകൾ. അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കഴിക്കാനുള്ള വെള്ളം, അങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് പോകുന്ന വഴിയിലുള്ളതാണ്. ചായ, ബജി, അങ്ങനെയുള്ള കൗണ്ടറുകളൊക്കെ ഉണ്ട്. പിന്നെ മൺകലങ്ങൾ, മൺപാത്രങ്ങളൊക്കെ ഉണ്ട്. പോകുന്ന വഴിയിലാണ് ഇതൊക്കെ. ബക്കറ്റുകൾ,
ഇതൊക്കെ പോകുന്ന വഴിക്കുള്ള അങ്ങ് മേളയ്ക്കകത്തോട്ട് പോകുമ്പോഴുള്ള മേള തന്നെയാണ്. മേള പ്രവേശന കവാടം കഴിഞ്ഞാൽ മേള തന്നെയാണ്. മേള കഴിഞ്ഞിലോട്ട് അങ്ങനെ നമ്മളങ്ങ് ഉള്ളിലോട്ട് പോകുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് നമ്മളീ കാണുന്നത്. വിവിധതരം പാത്രങ്ങളൊക്കെ ഈ ആയുധങ്ങൾ, നമ്മുടെ കറിക്ക് അരിയുന്ന ആയുധങ്ങളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കളിപ്പാട്ടങ്ങൾ, വെള്ളം കുടിക്കാനുള്ള പാത്രങ്ങൾ, വണ്ടിയിലേക്ക് തൂക്കിയിടുന്ന സാധനങ്ങൾ ഒക്കെ ഉണ്ട്. ഇതൊക്കെ കളിപ്പാട്ടങ്ങളാണ്. അക്വേറിയം, വിവിധതരം മീനുകളൊക്കെ, വർണ്ണ മത്സ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് വിവിധ തരത്തിലുള്ള വർണ്ണ മത്സ്യങ്ങളാണ് കാണുന്നത് നമ്മൾ. ഇത് ഉണക്കമീനാണ്. മരിച്ചിനി, നാരങ്ങ, ഉള്ളി, അങ്ങനെയുള്ള സവാള, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണിത്. വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഈ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. ബലൂണ്, ഇതൊക്കെ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ളവരാണ്. ചീനിക്കിഴങ്ങ്, കാരക്കയുണ്ട്, നല്ല കാരക്ക ഇവിടെ ഉണ്ട്. കാരക്ക, കാട്ടുനെല്ലി, ഇത് നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമായ ബെഡ്ഷീറ്റുകൾ, കൈലി, തോർത്ത്, അങ്ങനെയുള്ള സാധനങ്ങളാണ്. കുഞ്ഞു കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളാണ് ഈ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത്തിരി വലിയൊരു വീഡിയോ ആണ്. വാട്ടർ ബോട്ടിലുകൾ, ബെൽറ്റുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. കളിപ്പാട്ടങ്ങൾ, ഇതൊക്കെ നമ്മൾ അങ്ങ് മേള ഇങ്ങനെ കഴിഞ്ഞ് മേള നടക്കുന്ന സ്ഥലത്തോട്ട് പോകുമ്പോഴുള്ളതാണ്. ഈ കണ്ണിമാങ്ങ ഒക്കെ ഉണ്ട്. ഈ കണ്ണിമാങ്ങ ഇത് ആ ചേട്ടൻ പ്രത്യേകം പറഞ്ഞെടുപ്പിച്ചതാണ്. ഈ കണ്ണിമാങ്ങ ഇവിടെ എടുക്കുന്നത് പറഞ്ഞെടുപ്പിച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് തുടക്കത്തിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള ദൃശ്യങ്ങളാണ്. കപ്പലണ്ടി, റോസ്റ്റ് കപ്പലണ്ടി ഒക്കെ ഉണ്ട്. കപ്പ്, പ്ലാസ്റ്റിക് കപ്പുകൾ, അങ്ങനെയുള്ള സാധനങ്ങളാണ്. ചെരുപ്പ്, ഒരു ചെറിയ ചെരുപ്പ് മേള തന്നെ നടക്കുന്നുണ്ട്. വില കുറഞ്ഞു കിട്ടുമെന്നാണ് അറിയാൻ സാധിച്ചത്. വീണ്ടും നമ്മൾ വളരെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാല, അങ്ങനെയുള്ള ഐറ്റംസാണ് ഇവിടെ ഇരിക്കുന്നത്. ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തെ നല്ല തിരക്കുണ്ടായിരുന്നു. കൂടുതലും ജനങ്ങളെ ഒന്നും എടുക്കാതെ വെച്ചിട്ട് അവിടെയുള്ള കച്ചവടത്തിന് വച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് കൂടുതലും എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മേളയ്ക്ക് വന്ന ജനങ്ങളെ കൂടുതലും കാണിക്കാൻ പറ്റാത്തത്. അങ്ങനെയാകുമ്പോൾ ഒരുപാട് വീഡിയോ ലോങ്ങായി പോകും. ഇപ്പോൾ തന്നെ ഏകദേശം 30 മിനിറ്റോളമുള്ള ഒരു വീഡിയോ ആയിട്ടുണ്ട്. തെറ്റാടി, അതായത് മേളയ്ക്കകത്ത് എന്തൊക്കെയുണ്ടോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ബണ്ണാണ്, തലയിൽ വയ്ക്കുന്ന ബണ്ണ്, മാല, അങ്ങനെയുള്ള ഐറ്റംസാണ് ഈ ഇരിക്കുന്നത്. പച്ചക്കറിയും മറ്റുമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതങ്ങോട്ടൊരു പ്ലേ ഗ്രൗണ്ട് എത്തിക്കഴിഞ്ഞു. ഇതൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് ഉള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ മുതിർന്നവർക്കുള്ളതൊക്കെ ഉള്ള പ്ലേ ഗ്രൗണ്ടാണ് നമ്മൾ ഈ കാണുന്നത്. എന്തായാലും വളരെ മനോഹരമായൊരു അനുഭവം തന്നെയാണ് ഇപ്പോൾ പാലോട് മേളയിലുള്ളത്. എന്തായാലും നമ്മൾ മേളയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു അസംതൃപ്തി ഉണ്ടാവില്ല. പൂർണ്ണ സംതൃപ്തരായി തന്നെ നമുക്ക് മേള കണ്ട് മടങ്ങി വരാൻ പറ്റും. കാരണം അത്ര മനോഹരമായിട്ട് തന്നെയാണ് സംഘാടക സമിതി ഇതൊക്കെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇതൊക്കെ നമുക്ക് വലിയൊരു അനുഭവം തന്നെയാണ്.
മരണക്കിണറൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണയെക്കാളുമൊക്കെ വളരെ വ്യത്യസ്തമായ പല ഐറ്റംസും ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ചോട്ടാ ഭീമാണെന്ന് തോന്നുന്നതായിരിക്കുന്നത്. വളരെ അത് ട്രെയിനാണ് കാണുന്നത്. ചെറിയ ട്രെയിൻ കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ടാണ്. വളരെ മനോഹരമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഈ വീഡിയോ അവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ എടുക്കണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഇതിലൊന്നും കയറിയൊന്നുമില്ല. നിങ്ങളിലേക്ക് എത്തിക്കുക. വീഡിയോ പാലോട് മേളയുടെ സമഗ്രമായിട്ടുള്ളൊരു വീഡിയോ പ്രിയപ്പെട്ടവരെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഈ ഇതിലൊന്നും കയറിയൊന്നും ചെയ്യാതെ കംപ്ലീറ്റ് ഈ വീഡിയോയും കവർ ചെയ്യണമെന്നുള്ള ഈ സ്ഥലങ്ങളിലെ കംപ്ലീറ്റ് കാര്യങ്ങളും കവർ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോയില്ല. ഇടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു എന്നുള്ളതല്ലാതെ അതായത് ഗ്യാലറിയാണ്. ഇതാ ഗോസ്റ്റ് ഹൗസ്. ഞാനപ്പോൾ അവിടെ നിന്നപ്പോൾ ഇതുവഴി ഒരു കുഞ്ഞിനെയും കൊണ്ടൊരു ചേട്ടൻ ഇറങ്ങി വന്നു. കുഞ്ഞ് വളരെ പേടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. ഞാനതിനെപ്പറ്റി അവരോട് ചോദിച്ചില്ല. ഐസ്ക്രീം മേള നടക്കുന്നുണ്ട് അവിടെ. നമുക്ക് മറ്റുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് വെള്ളമാണ്. ഇത് നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് കണ്ട ഈ കളിപ്പാട്ടങ്ങൾ ഇതൊക്കെ കളിപ്പാട്ടങ്ങളാണ്. ഇനി നമ്മൾ നേരെ മുകളിലോട്ട് പോവുകയാണ്. മുകളിലോട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് കണ്ടുവരാം. ഈ വലയാണ്, പൂക്കളാണ്. പൂക്കളെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ പ്രകൃതി തരുന്ന പൂക്കളല്ല. അപ്പോൾ ഇതൊക്കെ ബാഗുകളും മറ്റുമൊക്കെയാണ് ആ സൈഡിലൊക്കെ ഇരിക്കുന്നത്. കമ്മല്, പൊട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ബെൽറ്റുകൾ, വിവിധ തരത്തിലുള്ള ബെൽറ്റുകൾ, പേഴ്സുകൾ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ് ഇവിടെ ഇരിക്കുന്നത്. മാല അപ്പുറത്തെ സൈഡിലായിട്ട് മാലയുണ്ട്. മുതിരങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ നിന്ന് മുകളിലോട്ടുള്ള കാര്യങ്ങൾ കാണാം. പാലോട് മേളയുടെ സമഗ്രമായിട്ടുള്ളൊരു വീഡിയോ, അതായത് എന്തൊക്കെയുണ്ട് പാലോട് മേളയ്ക്കകത്ത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മളിത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത്രയ്ക്ക് അങ്ങനെയുള്ള ഒരു രീതിയിൽ തന്നെയാണ് മേള ഞാനിത് എടുത്തിരിക്കുന്നത്. ഒന്നും തന്നെ വിട്ടിട്ടില്ല. കംപ്ലീറ്റ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ചിപ്സാണ്, 2 പാക്കറ്റ് ചിപ്സ് 100 രൂപ. പാലോട് മേളയുടെ അത് പെരുമ വർദ്ധിപ്പിക്കാൻ അതൊക്കെയാണ് പാലോട് മേളയ്ക്കകത്തുള്ള കാര്യങ്ങൾ. ബാഗുകളാണ് ഇരിക്കുന്നത്. വിവിധ തരത്തിലുള്ള ബാഗുകൾ, ബെൽറ്റ്, വീണ്ടും അടുത്ത ഒരു സ്ഥലത്തിരിക്കുന്ന ബെൽറ്റ്. ഇത് മത്സ്യകന്യകയുടെ അത്ഭുത ലോകം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഞാൻ അവിടെ കണ്ടു. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ QR കോഡ് വഴി പണം കൊടുക്കാനായിരിക്കും, എന്താണെന്ന് ചോദിച്ചില്ല. അപ്പോൾ മത്സ്യകന്യകയുടെ അത്ഭുത ലോകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കാര്യങ്ങളുണ്ട്. ഒരുപാട് പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് കയറി എന്താണെന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെ അവിടെ നിന്നും ഇവിടെ ഇത് കരിമ്പൻ ജ്യൂസാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ കരിമ്പൻ ജ്യൂസിനെ കുറിച്ചൊക്കെയുള്ള കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു എന്നിട്ടൊരു നോട്ടീസൊക്കെ എന്നെ കാണിച്ചായിരുന്നു. ഇതാണ് കരിമ്പൻ ജ്യൂസിൻ്റെ ഇതൊക്കെ ഗുണങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പൊരിയാണ്, മറ്റു കാര്യങ്ങളൊക്കെ. പോപ്കോൺ ആണ് നമ്മൾ കണ്ടത്. കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മേളയുടെ മുകൾ ഭാഗത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പലതരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. വില കുറഞ്ഞ ഏതെടുത്താലും 69 രൂപ അങ്ങനെയുള്ള സാധനങ്ങളും 20 രൂപയ്ക്കുള്ള സാധനങ്ങളും ഇങ്ങനെയുള്ള ഗ്ലാസുകളൊക്കെ വൻപിച്ച വിലക്കുറവിൽ
എന്ന ഇവിടെ ബോർഡുകളൊക്കെ വച്ചിട്ടുണ്ട്. ഭരണി, ഇങ്ങനെയുള്ള ഗ്ലാസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. അലുവയാണ് ഇരിക്കുന്നത്. അലുവ, വിവിധ തരത്തിലുള്ള അലുവ, കോഴിക്കോടൻ ഹൽവ ഒക്കെ ഇവിടെയുണ്ട്. ഇത് ഗ്ലാസും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇത് അലുവയാണ്. ഷീ ഫെസ്റ്റ് ഫാൻസി ബസാറാണ് നമ്മളീ കാണുന്നത്. പിന്നെ ധാരാളം കൗണ്ടറുകൾ ഇവിടെ ഉണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ വിവിധ തരത്തിലുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമ്മൾ കയ്യിൽ നിറച്ച് പൈസയുമായിട്ട് ചെല്ലണമെന്നേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും. വിവിധ തരത്തിലുള്ള പാത്രങ്ങൾ, കത്തികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു വെൽനസ് സെൻ്ററാണ്. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള വെൽനസ് സെൻ്ററാണ് നമ്മൾ കാണുന്നത്. ബാഗുകൾ, വിവിധ തരത്തിലുള്ള ബാഗുകൾ മറ്റുമാണ് നമ്മൾ കാണുന്നത്. അറേബ്യൻ ഊതിൻ്റെ അത്തറാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല മണമായിരുന്നു. അവിടെ ചെന്നപ്പോൾ നല്ല മണമായിരുന്നു. വിവിധ തരത്തിലുള്ള അത്തറുകൾ ഇവിടെ ഉണ്ട്. നല്ല മണമുള്ള അത്തറുകളാണ് ഇത്. 50 രൂപ ചെരുപ്പുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഏതെടുത്താലും 50 രൂപ എന്നുള്ളൊരു സംഭവം ഇവിടെ ഉണ്ട്. പഴയകാല മിഠായികളാണ്. ഞങ്ങളിവിടെ നിന്ന് പഴയകാല മിഠായി കാണിച്ചു. പുള്ളി പറഞ്ഞു, ദയവായി എടുക്കരുത്, ഒരുപാട് പേരെടുത്ത് കഴിഞ്ഞു, അതുകൊണ്ട് ഇനി എടുക്കരുതെന്ന് അദ്ദേഹത്തിൻ്റെ ഉമ്മ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതങ്ങനെ അതൊരു രസകരമായൊരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് ഇതൊക്കെ വിവിധ തരത്തിലുള്ള അലുവകൾ, ഡ്രസ്സുകൾ, ബനിയനുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. കുഞ്ഞുങ്ങൾക്കുള്ള കണ്ണാടി, പിന്നെ ബൾബുകൾ, CFL മാല, വിവിധ തരത്തിലുള്ള വിവിധ ഇനത്തിലുള്ള മാലകൾ, വളരെ ഭംഗിയുള്ള മാലകളൊക്കെയാണ് കണ്ടത്. മൊബൈൽ കവർ മേള, ഏതെടുത്താൽ 20 രൂപ 30 രൂപ ഐറ്റംസ്, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ, ചവറ് കോരി, ഏതെടുത്താൽ 20 രൂപ 30 രൂപയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും കണ്ടത്. കിച്ചൺ ടൂൾസ് ഐറ്റംസ്, ഏതെടുത്താലും 20 രൂപ 30 രൂപ. അടുക്കളയിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വിവിധ തരത്തിലുള്ള ജ്യൂസ് സെറ്റായി വെക്കുന്നുണ്ട്. ഓറഞ്ച് ജ്യൂസ്, ഇവിടെ ഓറഞ്ച് ജ്യൂസാണ് കിട്ടുന്നത്. ഗ്ലാസ്സുകളൊക്കെ വിവിധ തരത്തിലുള്ള മനോഹരമായിട്ടുള്ള കുപ്പി ഗ്ലാസ്സുകളൊക്കെ ഉണ്ട്. പോപ്കോണ്, മസാല പോപ്കോൺ, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ബോംബെ മിഠായിയാണ്. ഇവിടെ ബോംബെ മിഠായി ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഇതൊക്കെ വിവിധ തരത്തിലുള്ള കഴിക്കാനുള്ള സ്നാക്സുകൾ, അങ്ങനെ പാലോട് മേളയിലെ എല്ലാ കാര്യങ്ങളും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ മേളയ്ക്ക് അകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി കാണുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 63ാമത് പാലോട് മേളയുടെ ദൃശ്യങ്ങളാണ്. ഫെബ്രുവരി 7-നാണ് മേള ആരംഭിച്ചത്. ഫെബ്രുവരി 16 വരെ മേള ഉണ്ടായിരിക്കുന്നതാണ്.
അപ്പോൾ എല്ലാവരും പോവുക, മേള കണ്ട് ആസ്വദിക്കുക. അത് പഴയ കാറ്റുണ്ട് 10 രൂപയാണ്. പഴയ വേദനകളൊക്കെ ഉള്ളവർക്ക് നമുക്ക് ചൂടുവെള്ളം ഉപയോഗിച്ച് ഈ ആദ്യം കൊടുക്കുന്നതിനും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാറായിട്ടുണ്ട്. കുറേ കാര്യം ചേട്ടാ. ഓ, ഞാൻ ഇവിടെ എത്തിയല്ലോ ചേട്ടാ. മൊത്തം ഫുള്ള് എടുത്തോണ്ട് വരെയല്ലേ. ഈ മേള ഗെയിം കളിക്കും. വിലപ്പെട്ട സമ്മാനങ്ങളായ ടി വി, ഫ്രിഡ്ജ്, ഗ്രൈൻഡർ തുടങ്ങിയവ സ്വന്തമാക്കൂ. ഈ മേള ആഘോഷകരമാക്കി മാറ്റൂ. വരൂ, ഗെയിം കളിക്കൂ, സമ്മാനം.
എല്ലാ സാധനങ്ങളും നോക്കി നമുക്ക് കൈ കിട്ടുന്നത്. അല്ല, അതിപ്പോ ഒരു